ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തട്ടുകടയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു തട്ടിക്കുട്ടി ദോശ കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ദോശയ്ക്ക് ഒരു പ്രത്യേകതരം മാവിലൂടെയാണ് നമ്മൾ ആ ഒരു ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ അരി ഉഴുന്ന് എടുക്കുന്ന ആ ഒരു അളവിലല്ല ഈ ഒരു ദോശയ്ക്ക് നമ്മൾ അളന്നിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നല്ല കുട്ടി നല്ല ചൂടുള്ള നല്ല മൊരിഞ്ഞ ദോശ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടമുള്ളവർ വേഗം തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു തട്ട് കുട്ടി ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു അളവ് ഗ്ലാസ്സിലാണ് നമ്മൾ അരിയും ഇതിന് വേണ്ടിയുള്ള ഉഴുന്നൊക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് കുഞ്ഞു പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത് അതേ പാത്രത്തിലായിരിക്കണം ഇനി പറയാൻ പോകുന്ന ചേരുവകളെല്ലാം അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സോളം വരുന്ന പച്ചരി, അതായത് സാധാരണ നമ്മൾ ദോശ ചൂടാൻ ഉപയോഗിക്കുന്ന പച്ചരി കേട്ടോ. അതപ്പോൾ 2 ഗ്ലാസ്സോളം വരുന്ന പച്ചരി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ്സോളം വരുന്ന ഉഴുന്നും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ഉലുവയാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത്. അതേപോലെ സാധാരണ നമ്മൾ ദോശയ്ക്ക് ചോറാണ് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു ദോശ മാവിൽ നമ്മൾ ചോറിന് പകരമായിട്ട് അവലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ്സോളം വരുന്ന വെള്ള അവലാണ് നമ്മൾ ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ള അവലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ചുവന്ന അവൽ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ചേരുവകൾ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം. അരിയും ഉഴുന്നൊക്കെ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അവൽ നമ്മൾ ഒരു വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള അവൽ ഈ ഒരു പാത്രത്തിലോട്ട് അരി ഉഴുന്നും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതൊരു 2.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ നന്നായിട്ടങ്ങ് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു അരിയും ഉഴുന്നും ഒക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കുക. 3 മണിക്കൂർ പുറത്ത് വയ്ക്കുക. അവസാനത്തെ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനത്തെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ആ ഒരു ബ്ലേഡും മിക്സിയുടെ ജാറും പെട്ടെന്ന് അങ്ങോട്ട് ചൂടായി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് അവസാനത്തെ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വേണ്ടിയിട്ട് കുതിർക്കാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് 4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നും അവലൊക്കെ നന്നായിട്ട് ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ചായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു അരിയെല്ലാം കൂടി ഞാൻ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഈ ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിലർ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യും, അതേപോലെ ചിലർ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യും. പക്ഷേ മാവ് എപ്പോഴും നന്നായിട്ട് പുളിച്ച് വരാൻ വേണ്ടിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ നല്ലതായിട്ടുണ്ടാകും കേട്ടോ. നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയ ഈ ഒരു മാവ് പുളിച്ച് പോകാനായിട്ട് നന്നായിട്ട് അങ്ങോട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു കൈ വെച്ചിട്ട് ഒന്ന് അടിച്ചടിച്ച് ഇതുപോലെ അങ്ങോട്ട് പതപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ നമ്മുടെ മാവ്. അപ്പോൾ നന്നായിട്ട് ഇതങ്ങോട്ട് പുളിച്ച് വന്നോളും. ഇനി ഇതൊരു 8 മുതൽ ഒരു 12 മണിക്കൂർ വരെ നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇത് ഓരോ സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പുളിച്ച് വരാനായിട്ട് അങ്ങ് മാവ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ തലേ ദിവസമാണ് ഈ ഒരു മാവ് അരച്ച് വെച്ചത്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു കറക്റ്റ് ഒരു 12 മണിക്കൂർ എടുത്ത് പുളിച്ച് വരാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ പുളിച്ച് വരാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം നന്നായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ അത്യാവശ്യം നോൺ സ്റ്റിക്ക് പഴയ പാനായിട്ടോ, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ പുതിയ
പാനാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു തവി മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ദോശയാണ് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിവശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഇത് പതുക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അടിവശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. മുകൾ വശമൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ ദോശയ്ക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലച്ചുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. സമയം ഏകദേശം ഇവിടെ ഒരു 8:45 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലച്ചുവിന് ഇന്ന് സ്കൂളില്ല. അവൾക്കിപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് സ്കൂൾ. കാരണം ഒരു ദിവസം ഉണ്ടാവില്ല, അടുത്ത ദിവസം ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് സ്കൂളില്ല. നമുക്ക് ലച്ചുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. അവൾ തന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അവൾ തന്നെയാണ് കേട്ടോ ബ്രഷ് ചെയ്യുന്നത്. സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ പല്ല് തേപ്പിച്ച് കൊടുക്കും. ഇനി അവൾക്ക് ഈ ഒരു കട്ടിയുള്ള ദോശ വലിയ ഇഷ്ടമില്ല. അവൾക്ക് നൈസായിട്ടുള്ള ദോശയാണ് കേട്ടോ ഇഷ്ടം. ഇനിയിപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് നൈസായിട്ടുള്ള ദോശ എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് ചുട്ട് നോക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണ് കേട്ടോ തൂക്കി കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നെയ്യായിരിക്കും കൂടുതൽ നല്ലതായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പെർഫെക്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയുടെ കൂടെ കോമ്പിനേഷൻ സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച സാമ്പാർ കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ദോശയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു കട്ടിയുള്ള നല്ല മൊരുമൊര എന്നുള്ള ദോശയാണ്. ലച്ചുവിന് നമുക്ക് നൈസായിട്ടുള്ള ദോശ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തട്ടിക്കുട്ടി ദോശ റെഡിയാക്കി നോക്കുക. തട്ടിക്കുട്ടി ദോശ കേട്ടോ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കമൻറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു തട്ടിക്കുട്ടി ദോശ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ പുതുതായിട്ട് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. Bye bye.